മാലിന്യം നൽകിയാൽ കാശ് അങ്ങോട്ട് ലഭിക്കുമെന്ന് മന്ത്രി എം.ബി. രാജേഷ്. 2022 മാലിന്യ ശേഖരണ ഡ്രൈവ് സംസ്ഥാന തല ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കഴിഞ്ഞ ഒരു വർഷത്തിൽ 66,000-ൽ പരം ടൺ മാലിന്യമാണ് ഹരിതകർമ്മസേന ശേഖരിച്ചതെന്നും മന്ത്രി പറഞ്ഞു. ശ്രീമതി ഷീല പുല്ലാമല, ഇപ്പോൾ ഹരിതകർമ്മസേന വഴി ഈ മാലിന്യം ശേഖരിക്കാനാണ് നാം തുടക്കം കുറിക്കുന്നത്. ഇതാണ് ഈ മാലിന്യം ശേഖരിക്കാനുള്ള വ്യവസ്ഥാപിതവും ഔദ്യോഗികവുമായിട്ടുള്ള സംവിധാനം എന്നത്. ഒരു ദുർഗന്ധവുമില്ലാത്ത ഏറ്റവും വൃത്തിയുള്ള സംവിധാനങ്ങളാണ് ഇന്ന് മാലിന്യ സംസ്കരണ പ്ലാന്റുകൾ. അതുകൊണ്ട് മാലിന്യമുക്ത നവകേരളം എന്ന ലക്ഷ്യം സാക്ഷാത്കരിക്കാം. നമുക്ക് ഒറ്റക്കെട്ടായി മുന്നോട്ട് പോകാം. ജനങ്ങളെ ആകെ ബോധവൽക്കരിച്ചു. എത്ര ബോധവൽക്കരിച്ചാലും ബോധം വീഴാത്തവരെ തിരുത്തി, കർശനമായ നടപടികളിലൂടെ തിരുത്തി ഈ ലക്ഷ്യം കൈവരിക്കാൻ മുന്നോട്ട് പോകാം. അതിന് നെയ്യാറ്റിൻകര നഗരസഭ നടത്തുന്ന ശ്രമങ്ങൾക്ക് നിങ്ങളുടെ എല്ലാവരുടെയും പിന്തുണയുണ്ടാവണമെന്ന്